നമ്മുടെയൊക്കെ മനസ്സുകളിൽ ആയിരം ആയിരം ആഹ്ലാദ പൂത്തിരികൾ കൊളുത്തുന്ന പുണ്യനാമമാണ് വിശുദ്ധ അൽഫോൻസാമ. മലയാള നാടിന്റെ അഭിമാനവും കേരള സഭയുടെ ഉജ്ജ്വല താരവുമാണ് ഈ പുണ്യമതി. കേവലം 36 വർഷം മാത്രം ദൗത്യമുള്ള ഒരു ജീവിതത്തിലൂടെ സുഹൃത ജീവിതത്തിന്റെ നാൾവഴികൾ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്ത ഒരു സമർപ്പിത, ത്യാഗത്തിന്റെ സഹനത്തിന്റെ വിരോചിതമായ മാർഗം ലോകത്തിന് കാട്ടിത്തന്നവൾ. ആ അമ്മയുടെ തിരുനാളാണല്ലോ നാം ജൂലൈ 28-ന് പ്രത്യേക വിധത്തിൽ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ഈ നല്ല ദിനത്തിൽ ആദ്യമായി തന്നെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു. ഷേക്സ്പിയർ പറഞ്ഞു വെച്ച ഒരു കൊച്ചു കാര്യത്തിൽ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വർഗത്തെ സ്നേഹിക്കുന്നവർ സ്വർഗീയരായി ജീവിക്കുന്നു. സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ വിധത്തിലേ ജീവിക്കാനാകും. വിശുദ്ധ അൽഫോൻസാമ അപ്രകാരമാണ് ജീവിച്ചത്. സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ട് സ്വർഗത്തിലേക്കായി മണിമാളികൾ പണിതവൾ. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്തല്ല അൽഫോൻസാമ വിശുദ്ധയായത്. കൊച്ചു കൊച്ചു ത്യാഗ പ്രവൃത്തികളിലൂടെ, ആത്മ നിയന്ത്രണത്തിലൂടെ, ക്ഷമ എന്ന പുണ്യത്തിലൂടെ, കൂടെയായിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതിലൂടെ, അറിയാതെ പോലും ആരുടെയും മനസ്സ് വേദനിക്കാൻ ഇടയാകരുതെന്ന സ്നേഹ ചിന്തയിലൂടെ ഇങ്ങനെ പോകുന്നു അവളുടെ സുഹൃത ജീവിതത്തിന്റെ വഴികൾ. സഹോദരങ്ങളെ സ്നേഹിക്കാൻ അൽഫോൻസാമ സമയം കണ്ടെത്തിയിരുന്നു. സ്നേഹവും സമയവും പരസ്പരം പൂരകങ്ങളാണ്. സ്നേഹമുള്ളവരിൽ നമുക്കുള്ള സമയം കാണും. നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നവരിലെല്ലാം സ്നേഹവും കാണും. വാങ്ങിക്കൂട്ടി വാരി വലിച്ച് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് സൂഹിക്കുന്ന ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൽ മാനുഷിക മൂല്യങ്ങൾക്കും മനുഷ്യബന്ധങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു. അടുത്തു നിൽക്കുന്നവന്റെ വിശപ്പിന്റെ ഗന്ധം അറിയാൻ, അവന്റെ കുറിവുകളിൽ അല്പം നിറവ് പകരാൻ, തോളോട് തോൾ ചേർന്ന് നടക്കുന്നവന്റെ ഹൃദയത്തിന്റെ നൊമ്പരം തൊട്ടറിയാൻ ഇനിയും ഞാൻ വളരേണ്ടതില്ലേ? സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ തിരസ്കരിച്ച് വേദനയുടെയും ത്യാഗത്തിന്റെയും ജീവിതം ആശേഷിച്ച വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ വിശുദ്ധ തോമസ് അക്വീനോസ് പറഞ്ഞ വാചകം നമ്മുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. സ്വന്തം തെറ്റുകൾ കൊണ്ടല്ലാതെ ആരും ദൈവരാജ്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. അതിനാൽ സ്വർഗം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നേടാൻ പാകത്തിന് നാം ജീവിക്കുകയാണ് വേണ്ടത്. ദൈവം ആരെയും സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കളയുന്നില്ല. നാം സ്വന്തം തെറ്റുകൾ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അകന്നു പോകാതിരുന്നാൽ മതി. ജീവിത വഴികളെ സ്വർഗതുല്യമാക്കാൻ അൽഫോൻസാമയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.